ഒരുപക്ഷെ നാട്ടിൽ തോമസ് എന്ന പൊതുപ്രവർത്തകനേക്കാളും പേരും പ്രശസ്തിയും അയാളുടെ തൂഫാൻ ശ്രീകുട്ടൻ എന്ന ആനയ്ക്കായിരിക്കും. തൂഫാൻ തോമസിന് അക്കാര്യത്തിൽ ഒരു നെല്ലിട പോലും സംശയം വെച്ച് പുലർത്തേണ്ടതില്ല. തൻ്റെ നല്ല പേരിനും പ്രവർത്തന പാരമ്പര്യത്തിനും കളങ്കമേൽക്കുന്ന ഒരൊറ്റ സംഗതി പോലും ശ്രീകുട്ടൻ ചെയ്യില്ല. എറണാകുളം ജില്ലയിലെ തൊടുപുഴയിൽ നടുക്കണ്ടം കൊറ്റോത്ത് തറവാട്ടിൽ തൂഫാൻ തോമസ് എന്ന് വിളിപ്പേരുള്ള തോമസിന് ചെറുപ്പകാലം മുതലേ ആനകളോട് വലിയ താല്പര്യമായിരുന്നു. കുട്ടിക്കാലത്തെ കൗതുകം ഒരു കാലത്തും കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, വല്ലാതെ കൂടുകയും ചെയ്തു. നാട്ടിലെവിടെയെങ്കിലും ഒരാന വന്നെന്ന് കേട്ടാൽ തോമസിന് പിന്നെ അന്ന് പള്ളിക്കൂടവും പഠിത്തവും ഒന്നുമില്ല. എല്ലാം കളഞ്ഞ് ആനയുടെയും ആനപ്പാപ്പാൻ്റെയും പിന്നാലെ കൂടും. ആനപ്പാപ്പാൻ കാണാതെ അതിൻ്റെ വാലിൽ തൊടും, പിന്നെ ഉടലിൽ, പിന്നെ തുമ്പിയിൽ, സൗകര്യമൊത്താൽ കൊമ്പിലും പിടിക്കും. അതൊക്കെ വലിയ ഉത്സാഹമുള്ള കാര്യങ്ങളാണ്. വലുതാകുമ്പോൾ താനും ഒരു ആനയെ വാങ്ങുമെന്ന് തോമസ് കൂട്ടുകാരോടെല്ലാം പറയുമായിരുന്നു. അത് കേട്ട് ചിലർ ബഷീറിൻ്റെ കുയ്യാനയാണോ വാങ്ങുന്നത് എന്ന് കളിയാക്കിയിട്ടുമുണ്ട്. തോമസ് അതൊന്നും കാര്യമാക്കിയില്ല. കാലം കടന്നുപോയി. തോമസ് പൊതുപ്രവർത്തനത്തിലും ബിസിനസ്സിലും സജീവമായി. ചില്ലറ വരുമാനമൊക്കെ വന്നു. അപ്പോഴെല്ലാം സ്വന്തമായ ഒരു ആനയെ വാങ്ങണമെന്ന മോഹം ഉള്ളിൽ കെടാതെ ജ്വലിച്ചു തന്നെ നിന്നു. അക്കാലത്താണ് തോമസ് ഒരു വീട് പണിയുന്നത്. ആനക്കമ്പം മൂത്ത തോമസ് തൻ്റെ ആഗ്രഹനിവൃത്തിയുടെ ഉത്കടമായ പ്രതീകമെന്നോണം വീട്ടിന് മുന്നിൽ നല്ല ഉയരമുള്ള ഒരു ആനയുടെ കോൺക്രീറ്റ് ശില്പം പണിയിച്ചു. അപ്പോൾ 50,000 രൂപയാണ് ഈ ശില്പം തീർക്കുവാനായി ചെലവായത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇതൊരു കൗതുക കാഴ്ചയാണ് ഇപ്പോഴും. നല്ല ലക്ഷണമൊത്ത ഒരു ആനയുടെ വിവിധ ആംഗിളുകളിലുള്ള ധാരാളം ചിത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ശില്പിയെ കാണിച്ചാണ് ഈ കോൺക്രീറ്റ് രൂപം നിർമ്മിച്ചത്. ഇതിൻ്റെ തുമ്പിക്കൈയിൽ ചവിട്ടി പുറത്തു കയറുവാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. ജീവനില്ലാത്ത ഒരാനയെ വീട്ടിന് മുന്നിൽ നിർത്തിയ തോമസിന് പിന്നെ ജീവനുള്ള ഒരാനയെ തന്നെ മുറ്റത്ത് നിർത്തണമെന്നുള്ളത് അദമ്യമായ ആഗ്രഹമായി വളർന്നു. ആന അടുക്കും തോറും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മൃഗം. എന്നെ സംബന്ധിച്ചിടത്തോളം ആന ചെറുപ്പം മുതലേ വളരെ താല്പര്യമായിരുന്നു. പക്ഷേ അത് മേടിക്കാൻ ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതിക്കൊണ്ടാണ് ആനയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി. പക്ഷേ ദൈവാനുഗ്രഹമാൽ 7-8 വർഷം മുമ്പ് ആനയെ വാങ്ങിച്ചു. ഞാൻ ആനയെ മേടിക്കുന്നതും കൊണ്ടു നടക്കുന്നതും അതിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഈ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ഈ ആന കിട്ടിയതിന് ശേഷം ഈ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ആന എൻ്റെ കൂടെയും എൻ്റെ വീട്ടുകാരുമായിട്ട് എപ്പോഴും സഹകരിച്ച് നിൽക്കുക. ആദ്യമേ ഒരു വഴക്കുള്ള ആന വാങ്ങിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 1 വർഷത്തോളം ഞാൻ ആനയെ കെട്ടിയിട്ടു. അതിനുശേഷം ഒരു ചെറിയ ആന വാങ്ങിച്ചു. അതിനുശേഷമാണ് ഈ ആനയെ കിട്ടിയത്. ഈ ആനയെ കിട്ടിയതിന് ശേഷമാണ് വീട്ടുകാർക്കും എനിക്കും ഏറ്റവും അധികം സ്നേഹം ഒരു കുടുംബാംഗത്തെ പോലെ എൻ്റെ പ്രായം ചെന്ന അമ്മച്ചിക്ക് പോലും ആദ്യമൊക്കെ ആനയോട് വെറുപ്പായിരുന്നെങ്കിലും ഇപ്പം അവർക്കൊക്കെ പിള്ളേർക്കും ഭാര്യയ്ക്കും അമ്മച്ചിക്കും ഒക്കെ വളരെയധികം ഇഷ്ടമായിട്ട് വന്നിരിക്കുക ആനയെ. ഈ ആനയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വഴക്കുമില്ല. ആർക്കും എവിടെയും കൊണ്ടു നടക്കാം. ഒരു പിണക്കും ആരോടുമില്ല. തന്നെയല്ല എൻ്റെ ഒരു പ്രത്യേകത, ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ എപ്പോഴും നല്ല ഓർമ്മശക്തിയുള്ള ആനയാണ്. 10,000 പേര് നിൽക്കുന്നിടത്ത് ഞാൻ ചെന്നാലും ആനയപ്പം എന്നെ അന്വേഷിക്കും, എൻ്റെ മണം പിടിച്ച് ആന അന്വേഷിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ആരെയും ഒരു ഉപദ്രവിക്കില്ല. ആർക്കും എന്തും അതിൻ്റെ വായി കൊണ്ട് കൊടുക്കാം. അത് മേടിച്ചോളും, ആരെ ഓടിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആന വീടുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരുമില്ലെങ്കിൽ തന്നെ വന്ന് കാർപോർച്ചിനകത്ത് കയറി അല്ലെങ്കിൽ കുനിഞ്ഞ് അകത്ത് കയറി വന്ന് നിൽക്കും. അമ്മച്ചി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിന്നും. അതുപോലെ തന്നെ ഏത് സമയത്തും എനിക്ക് എവിടെയും ഇതിനെ കൊണ്ടു കിടക്കാം. ഇതുവരെ പിന്നെ നീരിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്ക് നീര്
ശരിക്കും അങ്ങോട്ട് വിട്ടൊലിക്കുന്നില്ല. ആനയുടെ കണയിൽ കൂടെ നീര് പോകുന്നുള്ളതല്ലാതെ 1 2 ദിവസത്തിൽ കൂടുതൽ ആനയ്ക്ക് ഒലിയുന്നില്ല. ആ സമയത്ത് പോലും ആർക്കും കയറി ചെല്ലാം. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് പോലും ആനയ്ക്കറിയത്തില്ല. പിന്നെ ഇതുവരെ തടി പണിയാനാണേലും കഴിഞ്ഞ വർഷം തന്നെയാണെങ്കിലും 80-85ഓളം എഴുന്നള്ളപ്പോൾ ആന എടുത്തു. അതുപോലെ തന്നെ എന്നും മിക്കവാറും ദിവസം പണിയുണ്ട്. പണി ആന ഒരു കുഴപ്പവും കൂടാതെ ആന പണി ചെയ്യും. പിന്നെ അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആന പണിയിച്ചോ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പിൻ്റെ ഉള്ള സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിനോടുള്ള സ്നേഹവും താല്പര്യവും. പക്ഷേ നല്ല ആനക്കാർ ഇത് കൊണ്ടു നടക്കുന്നവരുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ ആനയെ കൊണ്ടു നടക്കുന്നു. എനിക്കും വളരെ തിക്താനുഭവങ്ങളുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണെങ്കിൽ, ഞാൻ ഈ വ്യവസായത്തിൽ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വഴക്കുള്ള ആനയെ മേടിച്ചു. പക്ഷേ ആനയെക്കാളും വഴക്ക് ആനക്കാരനായിരുന്നു. ആ ആനയെക്കാളും വഴക്ക് ആനക്കാരനായതുകൊണ്ടായിരുന്നു ആ ഒരു പരിധിവരെ 1 വർഷത്തോളം പിടിച്ചിട്ടിടാൻ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് 90% ഏത് ആനയും അതിനെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ഉള്ള എൻ്റെ കൂടെയുള്ള എൻ്റെ 1ാം പാപ്പനായ ഷിബു ഈ ആനയുടെ അടുത്ത് വന്നതിന് ശേഷം വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുമായിട്ടും, അതുപോലെ ഒരു വടി പോലും തല്ലേണ്ട ഗതികളും വരുന്നില്ല. പറയുന്നത് പോലെ വെള്ളത്തിലാണേലും കരയ്ക്കാണേലും പണിയിലാണേലും എല്ലാം അതുപോലെ കേൾക്കും. അതോടൊപ്പം തന്നെ എന്നോടും, അതുപോലെ ഇപ്പം നടുക്കണ്ടം കവലയിലൊക്കെ ഈ ആന വന്നതിന് ശേഷമാണ് ഈ നാട്ടിൽ ആന ഉണ്ടായത്. ആളുകളെല്ലാവരും വളരെ സ്നേഹത്തോടെ നടുക്കണ്ടം കവലയിൽ നിന്ന് പോരുമ്പോൾ പുള്ളി എല്ലാ കടകളിലും പോയി കുറച്ച് നേരം നിൽക്കും. അവർ വായി കൊടുക്കുന്നതൊക്കെ മേടിച്ച് തിന്നും. എത്ര നേരം ആ കടയുടെ മുൻവശത്ത് ആരുമില്ലാതെ നിന്നാലും എങ്ങോട്ടും ആന പോവില്ല. അതിൽ ഏറ്റവും വിചിത്രമായൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 മാസം മുമ്പ് നമ്മുടെ ഇവിടെയുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് അവർ ഇതിനോടുള്ള സ്നേഹം കൊണ്ട് അതിൽ ചെന്ന് അഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചോറ് കൊടുത്ത് തിരിച്ചു കൊണ്ട് കെട്ടി. പക്ഷേ ഞാൻ അവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ആന ഒരു വഴക്കം ഉണ്ടാകാതെ ഏതാണ്ട് 2 കിലോമീറ്ററോളം ആന അവരുടെ കൂടെ ഇവിടെ വരികയും ഇവിടെ വന്ന് അവർ ചോറ് വാരി കൊടുക്കുകയും തിരിച്ച് ആനയെ അതുപോലെ അവിടെ കൊണ്ട് കെട്ടുകയും ചെയ്തു. അതൊരു യാദൃശ്ചിക സംഭവമായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഞങ്ങളാരും അറിഞ്ഞു ചെയ്ത കാര്യം അല്ലെങ്കിൽ പോലും ആന ഒരു വഴക്കോ ഒരിടത്തും നടുക്കണ്ടം കവലയിൽ ചെന്നപ്പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഞാൻ ആദ്യം ആന വാങ്ങിക്കുമ്പോൾ അസൂയാലുക്കളായ നല്ല നല്ല ആളുകൾ പോലും എന്നോട് പറഞ്ഞു, തോമസ് ചേട്ടൻ ഈ ആന വാങ്ങിക്കേണ്ട, ആന പരിപാടി നമുക്ക് നല്ലതല്ല. പക്ഷേ അവരൊക്കെ ഇപ്പം വീണ്ടും തിരിച്ച് പറയാൻ തുടങ്ങി. ഈ നാട്ടിൽ ഈ ആന വന്ന് എല്ലായിടത്തൂടെ ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ട് നല്ല രീതിയിൽ പോവുകയും ചെയ്തപ്പോൾ ആളുകൾക്കൊക്കെ ആനയോടുള്ള പേടി തന്നെ ഈ നാട്ടിൽ എല്ലാവർക്കും മാറി. ആന ഒരു വന്യമൃഗമാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ചെല്ലാൻ പാടില്ലെന്നോ ഒന്നും അങ്ങനെയുള്ള പേടിയെ നടുക്കണ്ടം കവലയിൽ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും മാറി. അപ്പോൾ അത്രയും നല്ല സ്വഭാവം ഇതുവരെ ഉണ്ട്.